മലപ്പുറം എളങ്കൂറിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്തൃപീഡനം ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം. ഇനിയെന്ത് ആരോപണം നടത്തിയിട്ടെന്താ, ഇനിയെന്ത് കേസ് നടത്തിയിട്ടെന്താ, ഒരു മണ്ണാങ്കട്ടി ഒരു പ്രയോജനവുമില്ല. കാരണം എന്താ, ആ പാപം മോള് പോയില്ല. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പം തന്ത തള്ളമാർ പറയുന്നൊരു വാക്കുണ്ട്, എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അടങ്ങി ഒതുങ്ങി ജീവിക്കണേ ആടാണ്. അയ്യൊരൊറ്റ വാക്ക് കാരണമാണ് എന്താകുന്നത്, പലരും തൂക്കുകയറെടുത്ത് സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് മതിയാക്കിയിട്ട് പോകുന്നത്. അതിന്റെ ഉത്തരവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ 100 വട്ടം ഞാൻ പറയുന്നത് എന്ത്, ഓളെ കൂടെ നിൽക്കുവാനും ഓളെ മനസ്സിലാക്കാനും ജനിപ്പിച്ച തന്തയും തള്ള പോലും എന്തായി പോകുന്നത്, ഇല്ലാണ്ടായി പോകുന്നൊരു സമയമുണ്ട്. ഞാൻ കണ്ടതാ, ഞാൻ കേട്ടതാ, ഞാൻ അനുഭവിച്ചതാ. പല ആൾക്കാരെ പല പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ടത്. അന്നേരം പറയുന്നൊരു വാക്കുണ്ട്, പ്രശ്നമൊന്നുമില്ല, അഡ്ജസ്റ്റ് ആക്ക്. എന്ത് അഡ്ജസ്റ്റ് ആക്കുവേ? സ്വന്തം മോളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ത്, അമിത പീഡനാണെങ്കിൽ ഇങ്ങ് പോരി കേട്ടാ, ഞാൻ ഇന്റെ തന്തയാണ്, ഞാൻ ഇന്റെ തള്ളയാണെന്ന് തിരിച്ച് എപ്പം വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ കടക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവസാന ശ്വാസം കുരുക്ക് കയറി മുറുകുന്ന സമയത്തും കണ്ണുനീരോട് കൂടിയിട്ടായിരിക്കൂലേ ഈ ഭൂമിയിൽ നിന്ന് പോയിക്കുണ്ടാവുക. അതിന്റെ ഉത്തരവാദി മാതാപിതാക്കളും കൂടി തന്നെയാ. കാരണം എന്താ, ആത്മവിശ്വാസവും പിൻബലവും ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ ഭർത്താവ് ചേറ്റയാണെങ്കിൽ കരണക്കുറ്റി അടക്കി കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നുള്ളത്. പെൺകുട്ടികൾ എന്താ ഭർത്താവ് വിട്ടുവെച്ച് പോയിട്ട് ഇവിടെ ജീവിക്കുന്നില്ലേ, ബസ്സിൽ കണ്ടക്ടർ ആയിട്ടില്ലേ, ബസ് ഓടിക്കുന്നില്ല.